ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങൾക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു കേട്ടോ. പിന്നെ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും ഏത് രാജ്യത്തായിക്കോട്ടെ, എവിടുത്തെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ കൂടപ്പിറപ്പാണ് വിശ്വാസവും അന്ധവിശ്വാസവും. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമാണ്, അതിൻ്റെ പുറകെ പോകുന്നവരുമാണ് ഏറ്റവും അധികം. വിശ്വാസം 100-ൽ 10 പേർക്ക് പോലും ഇല്ല. അവിടെയാണ് നമ്മുടെ എല്ലാം പരാജയം സംഭവിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയി നമുക്കറിയാം ദുർമരണമല്ല, കൊലപാതകങ്ങൾ, അഭിചാരക്രിയകൾ, ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല മനുഷ്യർ. അതിൻ്റെ പുറകെ വിശ്വാസത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങളില്ല, അനർത്ഥങ്ങളില്ല, കൊലപാതകങ്ങളില്ല, ആർക്കും ആരോടും ശത്രുതയില്ല, ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹവും അടുപ്പവും മാത്രം. നമ്മളെല്ലാത്തിലും വിശ്വസിക്കും. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ നശിക്കണം എന്ന് കരുതി ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഇന്നാൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഒരു കടയും വീടും ഒരു കുടുംബം മുഴുവനും ഒരു കൂടോത്രത്തിൽ മറ്റൊരു കടക്കാരൻ നശിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ അടുക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അങ്ങ് അഡിക്റ്റായി വിശ്വസിച്ച് പോയാൽ പോലും, ആരെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലേ പോലും, നമുക്കൊരു നാശങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇന്നയാളത് ചെയ്തിട്ടാകട്ടോ എനിക്ക് ഈ നാശങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതങ്ങനെയാണ്. പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പോയി ലോകത്തുള്ള സർവ്വ ഈ അണ്ടനും അടകോടനും, അതായത് ഈ ആഭിചാരകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും സർവ്വ ആൾക്കാർക്കും, ഇപ്പം ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്, ചിലവരുണ്ടല്ലോ നമ്മളെ മുതലാക്കിക്കളയും. ചിലവർ പറയും 1 ലക്ഷം രൂപ വേണം, 2 ലക്ഷം രൂപ വേണം, 5 ദിവസത്തെ ഹോമം ചെയ്യണം, കോഴിക്കുരുതി നടത്തണം, പല കാര്യങ്ങളും പലരും പറയും. നമ്മുടെ കുടുംബം വെളുപ്പിക്കാനായിട്ട് പലരും പലതും ചെയ്യും. നമ്മൾ അതിലൊന്നും വീഴാതിരിക്കേണ്ടത് നമ്മുടെ മിടുക്കാണ്. അല്ലാതെ എല്ലാത്തിൻ്റെയും പുറകെ ഒന്നും നമ്മൾ പോകരുത്. ചില അനർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംഭവിക്കുമ്പോൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുക, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങളോട് ഇപ്പം ഞാൻ ഈ പറയുന്നത് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളാണ്. ഇത് കേട്ടതിന് ശേഷം ഈ വീഡിയോയുടെ ഒരു പകുതി കഴിഞ്ഞൊരു ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട അർജൻറ്റ് കാര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അത് കേൾക്കാതെ കാണാതെയും പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തേ. നമ്മൾ എന്താ ചെയ്യേണ്ട തീരുമാനം? നമ്മൾ നമുക്ക് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വായ്പ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കുക. അത് തിരിച്ചു കൊടുത്തില്ലുണ്ടല്ലോ, ആ തന്നവരുടെ ഒരു മനപ്രാക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആരും കൊണ്ടും കൂടോത്രം ചെയ്യണം. ആ പ്രാക്ക് നമ്മുടെ കുടുംബത്ത് തലമുറ നിന്ന് പിടിക്കും. നമ്മൾ വായ്പ മേടിച്ചാണ് വായ്പ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവൻ്റെ, അതായത് നമ്മുടെ അയൽവാസികളുടെ ആയിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളുടെ ആയിക്കോട്ടെ, നമ്മുടെ ശത്രുക്കളുടെ, അവരുടെ വളർച്ച കണ്ട് ഒരിക്കലും നമ്മൾ അസൂയപ്പെടരുത്. അവരുടെ വളർച്ചയെ നമ്മൾ സന്തോഷിക്കുക. അപ്പം നമുക്കും ഉയർച്ചയുണ്ടാകും. കാരണം എൻ്റെ അയൽവക്കം മുടിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ, എനിക്കൊരാവശ്യം വന്നാലേ എൻ്റെ അയൽവക്കത്തുനിന്ന് പോലും എനിക്ക് കിട്ടത്തില്ല. കാരണം അവരും മുടിഞ്ഞു കിടക്കുക, ഞാനും മുടിഞ്ഞു കിടക്കുക. നമ്മൾ എവിടെ പോയി ചോദിക്കും? അപ്പം നമുക്ക് ഒരിച്ചിരി താഴ്ച ഉണ്ടെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നന്നായി കിടക്കണേ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ആരുടെയും നാശം കണ്ട് സന്തോഷിക്കാനിരിക്കരുത്. പിന്നെ മെയിൻ ഒരു കാര്യം പറയാം, നമ്മുടെ കുടുംബത്തിലെ കാര്യം മാത്രം നമ്മൾ തിരക്കുക, അന്വേഷിക്കുക. അല്ലാതെ അടുത്തവൻ്റെ അടുക്കളയിലോട്ട് നോക്കി, ഇങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് നോക്കി നിങ്ങൾ ഇരിക്കരുത്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ആരാ വന്നു പോകുന്നത്, അവിടുത്തെ പ്രശ്നം തന്നെ, അങ്ങോട്ടത്തെ എത്തി നോട്ടവേ ശരിയല്ല. ഒരു വ്യക്തി ഒരു 4 പ്രാവശ്യം അടുപ്പിച്ച് ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒട്ടന്നെ കുഞ്ഞായ്മ അടുത്ത വീട്ടുകാരുടെ, അയ്യോ അവളുടെ വീട്ടിലെ ഇന്ന ആള് 4 പ്രാവശ്യം എന്തോ അവളുമായിട്ട് ഇതുണ്ടെന്ന് പറയും. അവരുടെ കുടുംബം തമ്മി തല്ലി കോഞ്ഞാട്ടയാക്കിയാൻ അതിൻ്റെ അകത്ത് ഒരു കഥയും കാണത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയിട്ട് നമ്മൾ തന്നെ സ്വയം നമുക്ക് സന്തോഷം കണ്ടെത്തുക. അപ്പം നമുക്ക് സ്വയമായിട്ടൊരു ഉയർച്ചയുണ്ടാകും. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലരും പലതും പറയും നമ്മുടെ കയ്യിലെ കാശ് അവരുടെ പോക്കറ്റിലാക്കാനായിട്ട്. അതിനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ കൈ വരണം, എൻ്റെ കയ്യിലിരിക്കുന്ന മൂന്നാമതൊരാൾ കരുതും അവൻ്റെ കയ്യിൽ ചെല്ലണമെന്ന്. അതാണ് കാലം. അതിനു വേണ്ടിയിട്ട് ആളുകൾ എന്തും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് സന്തോഷം കണ്ടെത്തണം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ പറയാമല്ലോ, വേറെ ഞാൻ പച്ചയായിട്ട് ഞാൻ പറയാം, എൻ്റെ തന്നെ ഹസ്ബൻഡിൻ്റെ വകയിലൊരു പെങ്ങളുടെ വീട്ടിൽ ചേട്ടൻ മരിച്ചുപോയി. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അവിടെ എന്നും ഓരോ പ്രശ്നങ്ങൾ, അതായത് മക്കളായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഉടനെ തന്നെ
അവർ പോയി പ്രശ്നം വെപ്പിച്ചും പറഞ്ഞു, അയ്യോ ആത്മാക്കളുടെ ദോഷം കൊണ്ടാണ്, ആത്മാക്കളെ കൊണ്ട് പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞു. 5 ദിവസത്തെ ഹോമം നടത്തി 7 ആത്മാക്കളെ പിടിച്ചതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ പിറക്കി കിട്ടി ഒരു ഷിമ്മിക്കെട്ടിൻ്റെ അകത്ത് കെട്ടി. ഞാനും പോയി സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സാന്നിധ്യം പോലും നമുക്കറിയാൻ പറ്റില്ല. അവരുടെ ഹസ്ബൻഡിനെ പിടിച്ചു കെട്ടി, ഹസ്ബൻഡിൻ്റെ ചേട്ടനെ പിടിച്ചു കെട്ടി, അപ്പനെ പിടിച്ചു കെട്ടി, അമ്മയെ പിടിച്ചു കെട്ടി, മുത്തച്ഛനെ പിടിച്ചു കെട്ടി, മുത്തശ്ശിയെ പിടിച്ചു കെട്ടി, ഇങ്ങനെ പിടിച്ചു കെട്ട് 5 ദിവസത്തെ എല്ലാവരും കൂടെ കൂടി കാശും കൊടുത്ത് അവരവരുടെ താലിമാലയും കൂടെ വിറ്റ് 2 രൂപ മുകളിലായ ഒരു കേസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴും പണ്ടത്തെ ചെങ്ങരൻ തെങ്ങേ തന്നെ. അവരുടെ അവസ്ഥയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. ഈ കയ്യിലെ കാശും പോയി, കഴുത്തേ കിടന്ന താലിമാലയും പോയി. അത്രയും ഒരു ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും പുറകെ പോകാൻ നിൽക്കല്ലേ. നമ്മൾ സിമ്പിളായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഒരു അസുഖത്തിന് പോകും, പക്ഷെ ചിലപ്പോൾ നമുക്കത് മാറത്തില്ല. ഏതെങ്കിലും ഒരു ചെറിയ ക്ലിനിക്കിൽ പോയി ആയിരിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്തു നിന്ന് 3 നേരത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ മാറുന്ന രോഗമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി 10-50,000 അല്ല 1 ലക്ഷം മുടക്കി വലിയ ഹോസ്പിറ്റലിൽ പോകും. പല പ്രശ്നങ്ങളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ നിങ്ങളോടൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രദീപിൻ്റെ വൈഫ് കുവൈറ്റിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ നേഴ്സാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്നലെ അവള് പറഞ്ഞു തന്ന ഒരു വെയിറ്റ് കുറയാനുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരെല്ലാവരും ഒന്ന് കയറി കണ്ടേക്കണം. വളരെ എഫക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. 4 കൂട്ടം രോഗത്തിന് ഒരേ ഒരു മരുന്ന് കൊണ്ട് മാറാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അവൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് ഇത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെല്ലാം എല്ലാവർക്കും ഉണ്ട് ഈ വിശ്വാസവും അന്ധവിശ്വാസവും അതിൻ്റെ പുറകെ പോകുന്നവരും. അവിടെ കൂടുതലും ചെയ്യുന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരാം. അവർ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ, അല്ലെ ശത്രുദോഷം വീട്ടിലുണ്ട്, അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞൊരു അദൃശ്യ സാന്നിധ്യം അനുഭവപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എല്ലാ വീടുകളിലും, അത്യാവശ്യം എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വീട്ടിൽ കൈയുടെ അല്ലെ കാലിൻ്റെ 2 എടുക്കും എന്ന് പറഞ്ഞു. കൈയുടെയും കാലിൻ്റെയും നഖം വെട്ടിയതെടുത്തത് ഭയങ്കരമാണെന്നാണ് പറഞ്ഞത്. അവർക്ക് അവിടെ വെട്ടി അവരുടെ എല്ലാം എന്ന് വെച്ചാൽ പരമാവധി കിട്ടുന്ന നഖം, അതായത് കുടുംബത്തിലെ മെയിൻ ആളിൻ്റെ, കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ്റെ, നാഥൻ മരിച്ചുപോയി, പിന്നെ അവിടെ മെയിൻ ആളാരാണോ അമ്മയായിരിക്കുമല്ലോ, ആ അമ്മയുടെ നഖം വെട്ടിയത് ഒരു ചില്ല് കുപ്പിയിലോട്ട് ഇട്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എവിടുന്നേലും ആൾക്കാർ കണ്ടാൽ അറിയത്തില്ലാത്ത ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഞുള്ളു മുടി എടുത്ത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ കുപ്പിയിലോട്ടിടും. ആ കൂട്ടത്തിൽ ഒന്നെങ്കിൽ അവിടെ കിട്ടുന്ന ഇറച്ചിയുണ്ടല്ലോ, എന്ന് വെച്ചാൽ ബീഫ് അവിടെ അവരങ്ങനെ ഉപയോഗിക്കുന്നവരല്ലെന്നാണ് പറഞ്ഞത്. അവരൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് ഒട്ടകത്തിൻ്റെ അല്ലെ ആടിൻ്റെ, ആടെന്ന് പറഞ്ഞാൽ മാട്, അങ്ങനെ കിട്ടുന്ന. നമ്മുടെ ഇവിടെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്ന ബീഫ് ഒരു കാരണവശാലും ചിക്കനോ താറാവോ ഇതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരാം, അവരവിടെ ഉപയോഗിക്കത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരത് ഉപയോഗിക്കാത്തത്. നമ്മുടെ പന്നി, അതായത് പോർക്കിൻ്റെ ഒരു കഷ്ണം എല്ലും കൂടെ എടുത്ത് ഈ കുപ്പിയിലിട്ടിട്ട് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ, നമ്മൾ രാവിലെ ഉറക്കം തെളിഞ്ഞെഴുന്നേക്കുന്ന നേരെ ഫ്രണ്ട്, കിഴക്ക് വശത്ത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്തും തിരി കത്തിക്കുന്നിടത്തുമായത് കിഴക്ക് വശത്ത് വിളക്ക് ദർശനം വരുന്നിടത്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അല്ലാതെ നമ്മുടെ നേരെ വീടിൻ്റെ ഫ്രണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും കിഴക്കാണല്ലോ, കിഴക്കോട്ടാണല്ലോ ദർശനം. അങ്ങനെയല്ല, ഞങ്ങളുടേത് കിഴക്കോട്ടാ ദർശനങ്ങളും ഞങ്ങളുടേത് നേരെ പടിഞ്ഞാറ് വശത്തോട്ടാണ് വാതിൽ. നമ്മുടെ വഴി സൗകര്യം അനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഈ കിഴക്ക് വശം ഒഴിവാക്കി നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ്, കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് അതാ പടിഞ്ഞാറ് ദർശനം ഉള്ളവരാണെങ്കിൽ പോലും കിഴക്ക് വശത്ത് കിട്ടിയിടരുത് കേട്ടോ. അപ്പോൾ അവർ വടക്കു വശത്തേ ചെയ്യാവുള്ളൂ, തെക്ക് വശത്ത് ചെയ്യരുത്. ആളെ അടക്കുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, തെക്ക് വശത്തും കിഴക്ക് വശത്തും ചെയ്യരുത്. ബാക്കി 2 വശത്ത്, പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തും നിങ്ങൾ മെയിനായിട്ട് തുറക്കുന്ന ഡോറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് കെട്ടിത്തൂക്കിടും. അപ്പം രാവിലെ ആയിക്കോട്ടെ അല്ലെ വൈകിട്ടായിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഈ ഇതേ ചെന്ന് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ തൊട്ട് ഇങ്ങനെ വെച്ചിട്ട് പോവുക. ആ ഒരു ശത്രുദോഷങ്ങളും ഒരു അനർത്ഥങ്ങളും നിങ്ങളുടെ കുടുംബത്ത് വരത്തില്ല. ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടലുണ്ടാവില്ല. ആ നെഗറ്റീവ് എനർജി എല്ലാം പോയി
പോസിറ്റീവ് എനർജി ആകും. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു അവിടെ ഏതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് അറിയാമെന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ എല്ലാം നമ്മുടെ കേരളീയർ കഴിക്കുന്ന കണക്ക് എല്ലാ സാധനം അവിടെയൊന്നും പോർക്കുന്നൊന്നും പറഞ്ഞൊരു സാധനമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വെച്ച് നമ്മുടെ പോണക്ക് തന്നെ ഒരുപാട് കാലം പഴക്കമുള്ള മലയാളികളൊക്കെ അവിടെയുണ്ട്, ഹോസ്പിറ്റലുണ്ട്. ഇവിടുത്തെ ഡോക്ടർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞെന്ന് പറഞ്ഞു നമുക്കൊക്കെ ഏറ്റവും എഫക്റ്റ് പോർക്കിൻ്റെ, അതായത് പന്നിയുടെ ഒരു ചെറിയൊരു പീസ് എല്ലിടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉപയോഗിക്കാത്തവർ ബീഫിൻ്റെ, അതായത് പോത്തിൻ്റെ ഒരു കഷ്ണം എല്ലിട്ടേക്കുക. അതും രണ്ടുമേ ഉപയോഗിക്കാൻ കൊള്ളാവുള്ളൂ കേട്ടോ, അല്ലാതെ മറ്റുള്ളതിൻ്റെ ഒന്നും ഉപയോഗിച്ചേക്കരുത്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവിടെ അത്യാവശ്യം എല്ലാ വീടുകളിലും തന്നെ ഇത് വെച്ചിട്ടുണ്ട്. വീടുകളിലെ കാര്യം പോക്കോട്ടെ, ഹോസ്പിറ്റലിൽ പോലും 2-3 സ്ഥലത്ത് ഇങ്ങനെ ഇവരിങ്ങനെ കുപ്പിയിലിട്ടിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ മറ്റുള്ള കാശ് കളഞ്ഞ് മറ്റുള്ളതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം അപ്പം കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.